മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് താരസംഘടന അമ്മയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും. അഞ്ചംഗ കമ്മീഷൻ രൂപീകരിച്ചാണ് തെളിവെടുപ്പ് നടക്കുന്നത്. മെമ്മറി കാർഡ് വിവാദത്തിൽ ഉൾപ്പെട്ട നടിമാരെ വിളിച്ച് മൊഴിയെടുക്കുന്നുണ്ട്. മീറ്റു ആരോപണത്തിൽ നടിമാരുടെ വെളിപ്പെടുത്തലുകൾ അടങ്ങുന്ന മെമ്മറി കാർഡ് നഷ്ടമായെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങളും മൊഴിയെടുപ്പും ഒക്കെ നടക്കുന്നത്. കൊച്ചിയിൽ നിന്നും കിരൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, 20-ന് തുടങ്ങിയ ഒരു മൊഴിയെടുപ്പൊക്കെയാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു മൊഴിയെടുപ്പ്, ഏത് രീതിയിലായിരിക്കും? മായ, അമ്മയിലെ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ആഭ്യന്തര സമിതിയുടെ തെളിവെടുപ്പാണ് ഇന്നും പുരോഗമിക്കുന്നത്. ഒക്ടോബർ 20 മുതലാണ് ഇവർ തെളിവെടുപ്പ് ആരംഭിച്ചത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള നടിമാർക്ക് എത്തി ഈ കമ്മീഷന് മുന്നിൽ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരമാണ് പ്രധാനമായിട്ടും ഒരുക്കിയിരിക്കുന്നത്. ഈ മീറ്റു ആരോപണങ്ങൾ വന്ന ഒരു സാഹചര്യത്തിൽ അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള ചില നടിമാർ തങ്ങളുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അമ്മയിലെ ഈ നടിമാർ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ ദുരനുഭവങ്ങൾ പിന്നീട് മെമ്മറി കാർഡിൽ ഇത് ക്യാമറയിൽ ചിത്രീകരിക്കുകയും മെമ്മറി കാർഡിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ആരോപണമാണ് നേരത്തെ ഉയർന്നിരുന്നത്. അമ്മയിലെ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നത്. അത് പിന്നീട് അന്വേഷിക്കണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ആവശ്യം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് പുതിയ ഭരണസമിതി വന്നതിന് പിന്നാലെ തന്നെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ, കൂടാതെ ജോയ് മാത്യു, ദേവൻ, നടിമാരായിട്ടുള്ള ശ്രീലത നമ്പൂതിരി, ശ്രീലത പരമേശ്വരൻ എന്നിവരടങ്ങുന്നതാണ് ഈ അഞ്ചംഗ സമിതി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 21-നായിരുന്നു ഈ സമിതിയെ രൂപീകരിക്കുകയും 60 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ഈ അമ്മയുടെ സെക്രട്ടറി ആയിട്ടുള്ള കൊക്കു പരമേശ്വരൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടാണ് ചില നടിമാർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. അമ്മയുടെ പുതിയ ഭരണസമിതി ഭരണത്തിലേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നിരുന്നത്. ആദ്യ എക്സിക്യൂട്ടീവിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയാകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മൊഴിയെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മൊഴിയെടുപ്പ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ, ശരി. മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി ഈ താരസംഘടന അമ്മയിൽ തെളിവെടുപ്പ് തുടരുകയാണ്. അത് ഇന്നും തുടരും.